പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് എന്നുള്ളതാണ്. പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം ബോട്ടം അപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്? താഴെ നിലയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. ഇത് പറയാൻ പ്രത്യേകിച്ച് കാരണം ലോ ലെവൽ എംപ്ലോയീസും ലോ ലെവൽ മാനേജേഴ്സും ഇംപ്രൂവ് ചെയ്യുന്ന, അവർ ഇൻവോൾവ് ചെയ്ത് ഉണ്ടാക്കുന്ന ബഡ്ജറ്റിനെയാണ് എന്ത് പറയുന്നത്? പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഒരു കമ്പനിയുടെ സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് ഏറ്റവും താഴെ ആരാണുള്ളത്? ലോ ലെവൽ എംപ്ലോയീസ് ആണുള്ളത്. അതിന് തൊട്ട് മേലെ ലോ ലെവൽ മാനേജേഴ്സ് ഉണ്ട്. അതിൻ്റെ തൊട്ട് മേലെ ആരുണ്ട്? മാനേജേഴ്സ് ഉണ്ട്. അതിൻ്റെ തൊട്ട് മേലെ ആരുണ്ട്? സീനിയർ മാനേജേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇത് ഏറ്റവും ലോ ലെവലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് വരുന്ന ബഡ്ജറ്റിനെയാണ് പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആയിരിക്കും എന്നുള്ളതാണ്. ലോ ലെവൽ എംപ്ലോയീസ്, ലോ ലെവൽ മാനേജേഴ്സ്, അതിന് മുകളിലുള്ള മാനേജേഴ്സ്, സീനിയർ മാനേജേഴ്സ്, അങ്ങനെ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരും ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ബഡ്ജറ്റാണ് ഏത്? പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ്. അതുകൊണ്ടാണ് അതിന് പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുന്നത്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റാണ് ഏത്? പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിലെന്തുണ്ടാവും? ലോ ലെവൽ മാനേജേഴ്സും സീനിയർ മാനേജേഴ്സും കൂടെ നെഗോസിയേഷനൊക്കെ ചെയ്ത് അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇമ്പോഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവർ ബഡ്ജറ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. സോ അത്തരം ബഡ്ജറ്റുകളെയാണ് എന്ത് പറയുന്നത്? പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റും ലിമിറ്റ്സും ഒക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റ് രണ്ട് ബഡ്ജറ്റുകളുടെ സ്വഭാവ രീതികൾ പറഞ്ഞുതരാണ്. രണ്ടാമത്തെ ബഡ്ജറ്റ് അല്ലേ, മെത്തേഡ് ഓഫ് ഡെവലപ്പിംഗ് ദ ബഡ്ജറ്റിലെ രണ്ടാമത്തത് അതോറിറ്റേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറയും. അതോറിറ്റേറ്റീവ് ബഡ്ജറ്റ് ഇത് ഡെവലപ്ഡ് ഫ്രം ടോപ്പ് ഡൗൺ എന്നാണ് പറയുക, മുകളിൽ നിന്ന് താഴോട്ട് എന്ന രീതിയിൽ. കാരണം ഇത് ഒരു സീനിയർ മാനേജേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബഡ്ജറ്റാണ്. അവരെന്ത് ചെയ്യുക? എല്ലാ ഓർഗനൈസേഷൻ്റെ സെറ്റിലേക്കുള്ള ബഡ്ജറ്റ് അവർ തന്നെ സ്വമേധയാ ക്രിയേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക? താഴെ ലെവലിലുള്ളവർക്ക് അവരിലേക്ക് അത് ഏൽപ്പിച്ച് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൽ എന്ത് ചെയ്യുന്നില്ല? ലോ ലെവൽ മാനേജേഴ്സിനെയോ ലോ ലെവൽ എംപ്ലോയീസിനെ അവർ എന്ത് ചെയ്യുന്നില്ല? ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നേ ഇല്ല. അവരെന്താണ് ചെയ്യുന്നത്? സീനിയർ ലെവൽ മാനേജേഴ്സ് എന്ത് ചെയ്യാണ്? ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് താഴെയുള്ള ലോ ലെവൽ മാനേജേഴ്സിനെ എംപ്ലോയീസിൻ്റെ പേരിൽ ഇമ്പോസ് ചെയ്യുക, അവരുടെ മേലിൽ എന്ത് ചെയ്യുക? അടിച്ചേൽപ്പിക്കുന്ന പോലെയുള്ള ഒരു ബഡ്ജറ്റാണ് ഏത് വരുന്നത്? അതോറിറ്റേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതാണ് അതോറിറ്റേറ്റീവ് എന്ന് പറയാനുള്ള കാരണം. അതിനെന്താണ്? ഒരു അതോറിറ്റിയോട് കൂടി അവരെന്ത് ചെയ്യുന്നത്? ടോപ്പ് ലെവലിൽ നിന്ന് താഴയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ബഡ്ജറ്റ് അവർ സ്വമേധയാൽ ക്രിയേറ്റ് ചെയ്ത് അവർ കമ്പനിയുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് താഴെ നിലയിലുള്ള എല്ലാവരിലേക്കും എന്ത് ചെയ്യുക? കൊടുത്തിട്ട് ഇത്രയും അച്ചീവ് ചെയ്യണം എന്ന് പറയുന്ന രീതിയാണ് ഏത്? അതോറിറ്റേറ്റീവ് ബഡ്ജറ്റ്. അതുകൊണ്ടാണ് അതിന് ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ളത്, മുകളിൽ നിന്ന് താഴോട്ട് എന്ന് പറയുന്നത്. പാർട്ടിസിപ്പേറ്റീവ് നമ്മൾ പറഞ്ഞ ബോട്ടം അപ്പാണ്, താഴെ നിന്ന് മുകളിലേക്ക്. ഇനി മൂന്നാമത്തെ ബഡ്ജറ്റിംഗ് മെത്തേഡ് ഏതാണെന്നുള്ളതാണ്. മൂന്നാമത്തത് കൺസൾട്ടേറ്റീവ് ബഡ്ജറ്റ് എന്നാണ് അല്ലേ. കൺസൾട്ടേറ്റീവ്, അപ്പോൾ അതിൽ നിന്ന് കിട്ടി എന്തോ ഒരു കൺസൾട്ടേഷൻ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കൺസൾട്ടേറ്റീവ് ബഡ്ജറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് അതോറിറ്റേറ്റീവ് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് ഡെവലപ്പിംഗ് മെത്തേഡ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ പാർട്ടിസിപ്പേറ്റീവിൻ്റെയും അതോറിറ്റേറ്റീവിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എന്ത് വരുന്നത്? കൺസൾട്ടേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കാരണം സീനിയർ മാനേജ്മെൻറ്റ്സ് ലോ ലെവൽ മാനേജേഴ്സിൽ നിന്നും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും, ആസ്ക് ഫോർ ഇൻപുട്ട് ഫ്രം ലോ ലെവൽ മാനേജേഴ്സ്. താഴെ ലെവലിലുള്ള മാനേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും, എന്നിട്ട് അവർ സ്വമേധയാൽ എന്തുണ്ടാക്കും? ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇത് എന്ത് ചെയ്യില്ല? അവരുമായിട്ട് ഡിസ്കഷൻ ചെയ്യുകയോ അവരുമായിട്ട് നെഗോസിയേറ്റ് ചെയ്യുകയൊന്നുമില്ല. അവരുടെ കയ്യിൽ നിന്ന് എന്തെടുക്കും? ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. എന്നിട്ട് ഇവർ സീനിയർ മാനേജേഴ്സ് എന്ത് ചെയ്യും? ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? എല്ലാവർക്കും ഷെയർ ചെയ്യും. ഇത്തരം ബഡ്ജറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസൾട്ടേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് അതോറിറ്റേറ്റീവിൻ്റെയും പാർട്ടിസിപ്പേറ്റീവിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇതിൽ വരുന്നത്. കാരണം ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് ആരാണ്? സീനിയർ മാനേജേഴ്സ് ആണ്. പക്ഷേ ലോ ലെവലിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻപുട്സ് എടുക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഇൻപുട്സ് വാങ്ങിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തരം 3 മെത്തേഡുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ബഡ്ജറ്റുകൾ ഉണ്ടാക്കുന്നത്. ഇനി ഓരോ ബഡ്ജറ്റിൻ്റെയും ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. സോ നമ്മൾ ആദ്യം പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് എടുക്കുകയാണ്. പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇത് കൃത്യമായൊരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് കൂടിയാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സീനിയർ മാനേജ്മെൻറ്റിന് ഇത് ബെറ്ററായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക്? കൃത്യമായി കമ്പനിയുടെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ എംപ്ലോയീസിൻ്റെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
എംപ്ലോയീസ് ആണ് ഒരു കമ്പനിയുടെ ഓരോ സ്പെഷ്യലൈസ്ഡുള്ള പ്രത്യേക നോളജിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ എത്രത്തോളം സെയിൽസ് നടക്കുന്നുണ്ട് എന്നുള്ളത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം എത്രത്തോളം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും, എത്രത്തോളം പ്രൊഡക്റ്റ് എത്രത്തോളം കുറഞ്ഞ രൂപയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച്. ഇതുപോലെ നമ്മൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിലെ എല്ലാ മെറ്റീരിയൽസിൻ്റെയും കോസ്റ്റും പർച്ചേസിംഗ് കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. കാരണം അവർ ഡേ ബൈ ഡേ ബിസിനസ്സിൻ്റെ റണ്ണിങ്സിൽ എക്സ്പീരിയൻസുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. സോ എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതും സീനിയർ മാനേജ്മെൻറ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കമ്പനിയുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഈ പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് സീനിയർ മാനേജ്മെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതുപോലെ തന്നെ എംപ്ലോയീസ് ഗെയിൻ എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലംസ് എക്സ്പീരിയൻസ്ഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ഇവർ തമ്മിൽ നെഗോസിയേഷനും ഡിസിഷൻസും ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയിലെ ലോ ലെവൽ എംപ്ലോയീസിന് പോലും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്, അവർക്ക് എത്രത്തോളം ഇത് അച്ചീവ് ചെയ്യാനുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എംപ്ലോയീസിനും എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത്തരത്തിലൊരു ബഡ്ജറ്റാണ് ഏതെന്ന് പറയുന്നത്, പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതുപോലെ പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ കമ്മിറ്റ്മെൻറ്റ് കൂടും എന്നതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. കാരണം ഇത് എംപ്ലോയീസുമായിട്ട് നെഗോസിയേറ്റ് ചെയ്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റാണ്. സോ അവർ കൊടുത്ത ഇൻഫോർമേഷൻ പ്രകാരം ഉണ്ടാക്കുന്ന ബഡ്ജറ്റ് ആയതുകൊണ്ട് അല്ലേ, അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുമായിട്ട് ഡിസിഷൻ ചെയ്ത് അവരുമായിട്ട് നെഗോസിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് അവർ ഈ ബഡ്ജറ്റിൻ്റെ അച്ചീവ് ചെയ്യാൻ മാക്സിമം എന്തായിരിക്കും, കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിരിക്കും എന്നുള്ളതാണ്. സോ നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇറങ്ങി വന്ന് ചോദിക്കുകയാണ് എത്രയാണ് ഇവിടുത്തെ സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ പറയണം നമുക്കൊരു 80 ആവറേജ്. സോ സർ നമുക്കൊരു 100 വരെ അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ അവരുമായിട്ട് നെഗോസിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അവരതനുസരിച്ചൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ 100 എന്ന് പറഞ്ഞത് കൊണ്ടാണ് ബഡ്ജറ്റിൽ എന്താക്കിയിട്ടുള്ളത്, 100 സെയിൽസ് ആക്കിയിട്ടുള്ളത്. സോ എനിക്ക് 100 എങ്ങനെയെങ്കിലും എത്തിച്ചേ പറ്റൂ എന്നതുകൊണ്ട് എംപ്ലോയീസ് എന്താവും, മാക്സിമം കമ്മിറ്റ്മെൻറ്റ് കമ്പനിയുമായിട്ട് കാണിക്കും. അതുകൊണ്ട് തന്നെ പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇത് കമ്പനിയുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഏറ്റവും അച്ചീവബിൾ ആയിട്ടുള്ള ഒരു എന്തായിരിക്കും, ഇൻപുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് കൂടി ആണത്. ഇനി പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്ററി സ്ലാക്ക് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ബഡ്ജറ്ററി സ്ലാക്ക്? ബഡ്ജറ്ററി സ്ലാക്ക് ഈസ് ദ പ്രാക്ടീസ് ഓഫ് അണ്ടർഎസ്റ്റിമേറ്റിംഗ് പ്ലാൻഡ് റവന്യൂ ആൻഡ് ഓവർ എസ്റ്റിമേറ്റിംഗ് പ്ലാൻഡ് കോസ്റ്റ് ടു മേക്ക് ദ ഓവറോൾ ബഡ്ജറ്റ് പ്രോഫിറ്റ് മോർ അച്ചീവബിൾ എന്നാണ്. ഓക്കെ, ബഡ്ജറ്ററി സ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ കമ്പനിയുടെ ടോപ്പ് ലെവൽ മാനേജേഴ്സും ലോ ലെവൽ മാനേജേഴ്സും തമ്മിൽ നടക്കുന്ന നെഗോസിയേഷനിലും ഡിസ്കഷൻ മേക്കിങ്ങിലും അവരെന്ത് ചെയ്യും, റവന്യൂ വരുമാനത്തെ അവരെന്ത് പറയും, കുറച്ച് പറയും. ഇപ്പോൾ 1 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടുകയുള്ളൂ എന്ന് വിചാരിക്കുക, അവരെന്ത് പറയും, ഒരു 90,000 രൂപ വരെ നമുക്ക് വരുമാനം വാങ്ങിയെടുക്കാം എന്ന് ഡിസിഷനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബഡ്ജറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സെറ്റ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ തന്നെ ചിലവിൻ്റെ കാര്യത്തിൽ അവരെന്ത് പറയും, 100 രൂപ വരെ ചിലവ് വരും എന്ന് പറയും. പക്ഷേ ശരിക്കും എത്രയേ വരുന്നുള്ളൂ, 90 രൂപയേ വരുന്നുള്ളൂ. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കോസ്റ്റ് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഉണ്ടാക്കുന്ന ബഡ്ജറ്റ് അതിൻ്റെ പ്രോഫിറ്റ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസ് കൊടുക്കുന്ന റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബഡ്ജറ്ററി സ്ലാക്ക് എന്ന് പറയുന്നത്. സോ പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിലാണ് ഈ ബഡ്ജറ്ററി സ്ലാക്ക് എന്ന ലിമിറ്റേഷൻ ഏറ്റവും വലുതായിട്ട് എന്ത് ചെയ്യുന്നത്, ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, വളരെ ടൈം കൺസ്യൂമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് താഴെ ലെവൽ ലോ ലെവൽ എംപ്ലോയീസിനോട് ഇവർ അത് ഡിസ്കസ് ചെയ്ത് അവരോട് നെഗോസിയേറ്റ് ചെയ്ത് അവരുമായിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്ത് ഇവരത് റെക്ടിഫൈ ചെയ്ത് ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് മറ്റ് ബഡ്ജറ്റുകളേക്കാൾ കൂടുതൽ ടൈം കൺസ്യൂമിംഗ് എടുക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് വരുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സ്ട്രാറ്റജിക് പ്ലാൻസ് ഇൻ ടു ബഡ്ജറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് വെൻ ദ ബോട്ടം അപ്പ് പ്രോസസ് എന്നാണ്. അതായത് ഇവിടെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ട്രാറ്റജിക്കൽ പ്ലാനുകൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് ആണ് ഇത് പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് ബോട്ടം അപ്പുമായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് അവർക്ക് ഇത്തരം സ്ട്രാറ്റജിക്കൽ പ്ലാനുകളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന്. കാരണം അവർക്ക് ഇത് സാധിക്കില്ല, അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവരുമായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്തെടുക്കുന്ന ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇവർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രാറ്റജിക്കൽ പ്ലാനുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല, വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് കൂടിയാണ് ഏത്
പാർട്ടിസിപ്പേറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ പാർട്ടിസിപ്പേറ്റിംഗ് ബഡ്ജറ്റിൻ്റെ ബെനിഫിറ്റും പറഞ്ഞു, ലിമിറ്റേഷൻസും പറഞ്ഞു. ഇതുപോലെ തന്നെ അടുത്തത് നമ്മൾ അതോറിറ്റേറ്റീവ് ബഡ്ജറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതോറിറ്റേറ്റീവ് ബഡ്ജറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻ മേക്കിങ്ങിൽ ടോപ്പ് മാനേജ്മെൻറ്റിന് ഒരു നല്ല കൺട്രോൾ ഉണ്ടാവും, ബെറ്റർ കൺട്രോൾ ഓവർ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഇതിനേക്കാൾ പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ ഒരു ബെറ്റർ കൺട്രോൾ ഓവർ ഡിസിഷൻ മേക്കിംഗ് ആർക്കുണ്ടാകും, സീനിയർ മാനേജ്മെൻറ്റിന് ഉണ്ടാകും. അതെന്താണ്, ഒരു ബെനിഫിറ്റാണ്. ഏതിനെ സംബന്ധിച്ചിടത്തോളം, അതോറിറ്റേറ്റീവ് ബഡ്ജറ്റ് ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ രണ്ടാമത്താണ് എന്ത്, വളരെ ഡൺ മോർ റാപ്പിഡ്ലി ആൻഡ് വിത്ത് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ബഡ്ജറ്റാണ് ഏതെന്ന് പറയുന്നത്, അതോറിറ്റേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കാരണം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ആരോടുമായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസ്കസ് ചെയ്യേണ്ടയോ നെഗോഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. അവർക്ക് എന്ത് ചെയ്താൽ മതി, ആ ബഡ്ജറ്റ് അവർ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിന് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ അത് വളരെ പെട്ടെന്ന് വളരെ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അതോറിറ്റി ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അടുത്തത് ബഡ്ജറ്ററി സ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ നമുക്കിവിടെ വരുന്നേ ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ലോ ലെവൽ മാനേജേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പനിയുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ് ഓഫ് അതോറിറ്റേറ്റീവ് ബഡ്ജറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാൻ ഉള്ളത്. സോ ലിമിറ്റേഷൻ വരുന്ന ആദ്യത്തെ ഒന്ന് എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ലെസ്സായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇത് അവരിൽ അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് അവർക്ക് എന്ത് ചെയ്യുക, ഫീൽ ചെയ്യുക. കാരണം അവരുമായിട്ട് ഒരു ഡിസ്കഷനും ഇല്ലാതെ, അവരുമായിട്ട് യാതൊരു ചർച്ചയും നടത്താതെ എന്ത് ചെയ്യുന്നതാണ്, ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റാണ്. സോ ഇത് അവരിൽ അടിച്ചേൽപ്പിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും, ലെസ് കമ്മിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇതവർക്ക് കൃത്യമായിട്ടൊരു ഓർഡേഴ്സ് ലഭിക്കുന്ന പോലെ. നമുക്കറിയാം, നമുക്ക് ആർക്കും ആരിൽ നിന്നും ഒരു ഉത്തരവ് ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു ഓർഡർ ലഭിക്കുന്നത് ഇഷ്ടമല്ല. സോ അത്തരം ഒരു ഓർഡർ ലഭിക്കുന്ന പോലെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ അതോറിറ്റേറ്റീവ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് പറയുകയാണ് സെയിൽസ് ഇത്ര വേണം എന്ന് നിർബന്ധിച്ച് പറയുന്ന പോലെയാണ് ഈ ബഡ്ജറ്റ്. സോ ഇതെന്തായിരിക്കില്ല, ഒരു ഓർഡേഴ്സ് കിട്ടുന്ന പോലെയാണ്. അപ്പോൾ അതൊരു മോറൽ ഇഷ്യൂ, മോറൽ ഇഷ്യൂ. നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തിപരമായിട്ട് എന്ത് തോന്നും, ഇവരെന്നോട് എന്ത് പറയുന്നു, എന്നിൽ ഇത് അടിച്ചേൽപ്പിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് പ്രാക്ടിക്കലി അച്ചീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം ടോപ്പ് ലെവൽ മാനേജേഴ്സ് ലോ ലെവൽ മാനേജേഴ്സിൻ്റെ യാതൊരു തരം ഡിസ്കഷനും എടുക്കാതെ അവർ കമ്പനിയുടെ ഉയർച്ച ഉദ്ദേശിച്ച് മാത്രം അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് കണ്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നൊരു ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇത് പ്രാക്ടിക്കലി അച്ചീവ് ചെയ്യാൻ ചിലപ്പോൾ എന്തായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സീനിയർ മാനേജ്മെൻറ്റ്സിന് എന്തുണ്ടാവില്ല, അത്രയും ഡീപ്പായിട്ടുള്ള നോളജ് ചെയ്തിട്ടുണ്ടാവില്ല കമ്പനിയുടെ സെയിൽസിൻ്റെയും മറ്റു കാര്യങ്ങളിലൊക്കെ. ലോ ലെവൽ മാനേജേഴ്സിൻ്റെ അത്ര ആ ഫീൽഡുകളിൽ അവർക്ക് ഇൻഫോർമേഷൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന ബഡ്ജറ്റ് ചിലപ്പോൾ എന്തായിരിക്കില്ല, പ്രാക്ടിക്കലി അച്ചീവബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇതുപോലെ മറ്റൊരു ലിമിറ്റേഷനാണ് അതോറിറ്റേറ്റീവ് ബഡ്ജറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും എന്നുള്ളത്, അല്ലേ. ഇവരെന്ത് ചെയ്യുന്നില്ല, ലോ ലെവൽ മാനേജ്മെൻറ്റ് ആരുമായിട്ട് ഡിസ്കഷൻ ചെയ്യുന്നില്ല. സോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എത്ര വേണമെന്ന് അറിയില്ല, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എത്ര വേണമെന്ന് അറിയില്ല, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ എന്തുണ്ടാവില്ല, അത്ര വലിയ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഈ ബഡ്ജറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഫോളോ ചെയ്യുന്നു. അതുവഴി കമ്പനിയുടെ ഗോൾസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നതാണ്. പക്ഷേ ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും കുറയും എന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, അതോറിറ്റേറ്റീവ് ബഡ്ജറ്റിൻ്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് കൺസൾട്ടേറ്റീവ് ബഡ്ജറ്റ്, അല്ലേ. അതോറിറ്റേറ്റീവിൻ്റെയും പാർട്ടിസിപ്പേറ്റേഷൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇത് വരുന്നത്, കൺസൾട്ടേറ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ ബെനിഫിറ്റും ഡീമെറിറ്റ്സും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നോക്കാൻ ഉണ്ട്. സോ എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് കൺസൾട്ടേറ്റീവ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്? ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഫൈനൽ ഡിസിഷൻസ് എടുക്കുന്നത് ആരാണ്, സീനിയർ മാനേജ്മെൻറ്റിനാണ്, ഒരു നെഗോഷിയേഷൻസും ഇല്ലാതെ. പക്ഷെ എന്തില്ല, ബഡ്ജറ്ററി സ്ലാക്കിൻ്റെ ഇഷ്യൂ ഇവിടെ വരുന്നതും ഇല്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്, സീനിയർ മാനേജ്മെൻറ്റ്സ് ആണ്. അവർക്കൊരു നെഗോസിയേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ അവർ ലോ ലെവൽ മാനേജേഴ്സിൽ നിന്ന് എന്തെടുക്കുന്നുണ്ട്, ഇൻപുട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അത്രക്കൊരു ബഡ്ജറ്ററി സ്ലാക്ക് ഇഷ്യൂ വരാനും സാധ്യത ഇല്ല. ഇതിനെന്ത് ചെയ്താൽ മതി, ഏറ്റവും കുറച്ച് സമയം മതി. ഏതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തോടത്തോളം പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിനേക്കാൾ കമ്പയർ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് സമയം മതി ഏതിന്, കൺസൾട്ടേറ്റീവ് ബഡ്ജറ്റിന് അത്രയും കുറഞ്ഞ സമയം മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോ ലെവൽ മാനേജേഴ്സിൽ നിന്ന് ഇതിനാവശ്യമുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തുണ്ടാവും,
ഇതുമായിട്ട് ചെറിയ രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അവർ നമ്മുടെ ഇൻഫോർമേഷൻ ചോദിച്ചിട്ടാണ് ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു എന്തുണ്ടാകും, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കൺസൾട്ടേറ്റീവ് ബഡ്ജറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഇത് ടൈം റിക്വേർഡാണ്. അതോറിറ്റേറ്റീവ് ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ സമയമെടുക്കും എന്നുള്ളതാണ് ഏത്, കൺസൾട്ടേറ്റീവ് ബഡ്ജറ്റ്. അതോറിറ്റേറ്റീവ് ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ സമയമെടുക്കും, എന്നാൽ പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് അത്ര സമയം എടുക്കത്തുമില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതൊരു ലിമിറ്റേഷൻ ആണ്. അതോറിറ്റേറ്റീവ് ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ സമയമെടുക്കും എന്നുള്ളത് എന്താണ്, ഒരു ലിമിറ്റേഷൻ ആണ് അല്ലേ. ഇനി അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ലോ ലെവൽ മാനേജേഴ്സിൽ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് അല്ലേ. നമ്മൾ അവരെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻ എടുത്തിട്ട് നമ്മൾ സീനിയർ മാനേജ്മെൻറ്റ് ലെവൽസ് അതിൻ്റെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും. കാരണം ഞാനൊരു ലോ ലെവൽ മാനേജറാണ്, എൻ്റെ കയ്യിൽ നിന്ന് എത്ര സെയിൽസ് പോകുമെന്ന് അവർ ചോദിച്ചു, ഞാൻ ആ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തു. കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള കണക്കുകൾ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് കൊടുത്തു. അവരത് വെച്ചിട്ടല്ല എന്ത് ചെയ്തിട്ടുള്ളത്, ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്ത് തോന്നും, ഞാൻ ഇത്രയും ഇൻഫോർമേഷൻസ് കൊടുത്തിട്ട് അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവർക്ക് തോന്നിയ പോലെയാണ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ പോലുള്ള ലോ ലെവൽ മാനേജേഴ്സിന് എന്ത് ചെയ്യും, അത് വളരെയധികം ഡീമോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും. ഇതാണ് കൺസൾട്ടേറ്റീവ് ബഡ്ജറ്റിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്.